ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇന്ന് രാവിലെയും കൂടെ ആ വാർത്ത ഞാൻ വായിച്ചതാണ്. ഓടുന്ന ട്രെയിനിൽ കല്ലെറിയുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു +2 വിദ്യാർത്ഥി ഇതിനായിട്ട് പിടിച്ചത്. ഇന്നലെ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൽ കല്ലെറിഞ്ഞു, ഒരു യാത്രക്കാരന് പരിക്കേറ്റു, അദ്ദേഹത്തിൻ്റെ കൈക്കാണ് പരിക്കുള്ളത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഓടുന്ന ട്രെയിൻ കാണുമ്പോൾ ആൾക്കാർ കല്ലെറിയാൻ തോന്നുന്നത്? നമ്മളെ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ വഹിച്ചുകൊണ്ട് തേരാപ്പാര ഓടുന്ന തീവണ്ടി ട്രെയിൻ അത് കല്ലെറിഞ്ഞ് നശിപ്പിക്കണം, യാത്രക്കാർക്ക് പരിക്കേൽപ്പിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു സംസ്കാരത്തിലേക്ക് എന്തുകൊണ്ട് മലയാളി വഴുതി വീഴുന്നു എന്നെനിക്കെപ്പോഴും സംശയമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ കലാപരിപാടിയിൽ നിന്ന് പിന്മാറണം. ട്രെയിൻ കല്ലെറിയരുത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കുരുക്ക് മുറുകുന്നു എന്ന റിപ്പോർട്ട്. ശബരിമലയിലെ യോഗദണ്ഡ് സ്വർണം കെട്ടിച്ചതും പ്രത്യേക സംഘം അന്വേഷിക്കും. എ പത്മകുമാറിന്റെ മകനാണ് സ്വർണം കെട്ടിച്ചത്. പത്മകുമാർ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന വിലയിരുത്തൽ. ദേവസ്വം വിജിലൻസും സംഭവം അന്വേഷിക്കുന്നുണ്ട്. 24 പ്രൈം ടൈം ബിഗ് ബ്രേക്കിംഗുമായി അരുൺ രാജ് നമുക്കിപ്പം കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. അരുൺ, എപ്പോഴാണ് വിവരം ലഭിച്ചത്? എങ്ങനെയാണ് അന്വേഷണം പോകാൻ സാധ്യത? അപ്പം മകന് കോൺടാക്ട് കൊടുക്കുകയാണോ അച്ഛൻ ചെയ്തത്? SKN പത്മകുമാറിന്റെ കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശബരിമലയിലെ യോഗദണ്ഡുമായി ബന്ധപ്പെട്ട സ്വർണം കെട്ടിച്ചതും പ്രത്യേക സംഘം അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്മകുമാറിന്റെ മകനാണ് സ്വർണം കെട്ടിയത്. പത്മകുമാറിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമാണ് ഇത് നടത്തിയതെന്നാണ് SIT ടീമിന്റെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി അദ്ദേഹം ഈ കുടുംബത്തിനായി ഉപയോഗിച്ചു എന്നും അദ്ദേഹത്തിന് ഈ SIT ടീമിന്റെ കണ്ടെത്തലുണ്ട്. ദേവസ്വം വിജിലൻസ് ഈ സംഭവം കൂടി അന്വേഷിക്കുന്നുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ SP എടുത്ത ഒരു ടേക്ക് അത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായി എന്നുള്ളതാണ് SIT ടീം പറയുന്നത്. കാരണം ഈ യോഗദണ്ഡ് ഇത്തരത്തിൽ സ്വർണം പൂശുന്നതിന് ഒരു പ്രത്യേക താല്പര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ താല്പര്യമാണ് പിന്നീട് ബോർഡ് യോഗത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ വേഗത്തിലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇത് സ്വർണം പൂശുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. നേരത്തെ ദേവസ്വം വിജിലൻസ് ഈ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ചില ദേവസ്വം ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർ അനധികൃതമായ ഇടപാടുകൾ അവിടെ നടത്തിയിട്ടുണ്ട്. അത് ഈ പത്മകുമാറിനെ തന്നെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദേവസ്വം വിജിലൻസ് SP-യുമായി അല്പസമയം മുമ്പ് SIT ടീം അംഗങ്ങൾ സംസാരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗദണ്ഡ് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക കേസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നതിൽ മറ്റ് സാങ്കേതികപരമായ പ്രശ്നങ്ങളില്ല, നിയമപരമായി ഈ കേസ് നിലനിൽക്കും എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളത്. ഈ യോഗദണ്ഡ് സ്വർണം പൂശിയത് അത് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് എന്നുകൂടി SIT കണ്ടെത്തിയിട്ടുണ്ട്. SKN അരുൺ രാജ്, ഈ ദണ്ഡിനെ കുറിച്ച് നേരത്തെ ഇരുന്ന ഒരു അധികാരിക്കും സംശയം പോലും തോന്നിയില്ല എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അരുൺരാജിന് സംഭവം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എത്രയോ അധികാരികൾ കടന്നുപോയി, കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു, ദേവസ്വം വിജിലൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം അന്വേഷണ സംവിധാനങ്ങൾ ശബരിമല സന്നിധാനത്തുണ്ടായിട്ടും ഇങ്ങനെയുള്ള വീഴ്ചകൾ എങ്ങനെ സംഭവിക്കുന്നു? അത് അത്ഭുതം തന്നെ. തീർച്ചയായും അത് തന്നെയാണ് SKN ഈ ദേവസ്വം വിജിലൻസ് SP-യുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം ദേവസ്വം ബോർഡിന്റെ പദവി, ആ പ്രസിഡന്റ് എന്ന പദവിയും ദേവസ്വം ബോർഡ് അംഗം എന്ന പ്രത്യേക താല്പര്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ യോഗദണ്ഡ് സ്വർണം പൂശാൻ അതൊരു പ്രത്യേക താല്പര്യം പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് ദേവസ്വം വിജിലൻസ് SP കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ദേവസ്വം വിജിലൻസിന് ഈ കേസ് അപ്പാടെ വേണമെങ്കിൽ അവഗണിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഈ ദേവസ്വം വിജിലൻസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ്. കാരണം ഇതിൽ വലിയ ആചാര ലംഘനത്തിനപ്പുറം ഒരു അധികാര ദുർവിനിയോഗം കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ്, അതിനപ്പുറം ഒരു അധികാര ദുർവിനിയോഗമാണ് എന്നുകൂടി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് SIT ടീം പൂർണ്ണമായും പരിശോധിച്ചു. ഇന്ന് ഈ ദേവസ്വം വിജിലൻസ് SP-യുമായി അടക്കം SIT-യുടെ പ്രത്യേക അന്വേഷണ സംഘം പലതവണ കൂടിയാലോചനകൾ നടത്തി. ഈ യോഗദണ്ഡ് സ്വർണം പൂശിയതിൽ കൃത്യമായി കേസെടുത്ത അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ നിയമപരമായി ഈ കേസ് നിലനിൽക്കും എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്.
പറയുന്നത് ഈ പത്മകുമാറിന്റെ മകനാണ് ഈ സ്വർണം കെട്ടിയത്. അതിന് പത്മകുമാർ ഈ ദേവസ്വം ഉദ്യോഗസ്ഥരെ അടക്കം പ്രത്യേക താല്പര്യത്തോടെ ക്ഷണിച്ചു വരുത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തി. ഇതിന് ഉത്തരവിറക്കുന്നതിൽ പോലും പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് വേഗത്തിലുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഹൈക്കോടതി റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് SIT ഇത് പ്രത്യേകമായി ഒരു കേസായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ പത്മകുമാർ ഇതുവരെ പറഞ്ഞ വാദങ്ങൾക്കപ്പുറം അതിനേക്കാൾ വലിയ രീതിയിൽ പത്മകുമാറിനെ കുരുക്ക് മുറുക്കാൻ പോകുന്നതാണ്. പത്മകുമാറിന് ഒരു കേസിൽ മാത്രമായിരിക്കില്ല, ഇപ്പോൾ യോഗദണ്ഡുമായി ബന്ധപ്പെട്ട കേസിലും പത്മകുമാറിന് മറുപടി വരേണ്ടി വരും. 2019 കട്ടളിളക്കിക്കൊണ്ട് പോയതിലും ഈ പത്മകുമാറിന്റെ ഇടപെടൽ നേരത്തെ വിജിലൻസും അതുപോലെ തന്നെ SITയും സംശയിച്ചിരുന്നു. ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് 2019 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാരെ കൂടി പ്രതിയാക്കിയിരുന്നത്. നിലവിൽ യോഗദണ്ഡ വിഷയത്തിലും പത്മകുമാറിന്റെ കുരുക്ക് മുറുകുകയാണ്. ഓക്കെ, അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായി. മച്ചിപ്പിളാവ് ചുരക്കട്ടൻകുടി ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുവെന്ന സംശയം. അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുകയാണ്. ലാൽകൃഷ്ണൻ, എന്താണ് നമുക്ക് അടിമാലിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? വൈകിട്ട് 3 മണി മുതൽ അടിമാലി മേഖലയിൽ ശക്തമായ മഴയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നന്നായി മഴ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മച്ചിപ്ലാവിന് സമീപം ചൂരൻകട്ടൻകുടി എന്ന് പറയുന്ന ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. ഈ ഉന്നതിയിൽ ഒരുപാട് പേർ താമസിക്കുന്നുണ്ടെങ്കിലും 2 പേർ താമസിക്കുന്ന ഒരു വീടിന് മുകളിലേക്ക് വലിയൊരു മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഉന്നതി ആയതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇടുങ്ങിയ റോഡാണ്. നിലവിൽ അടിമാലിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും പോലീസിന്റെ സംഘവും അവിടേക്ക് യാത്ര തിരിച്ച് പരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മഴ ഇപ്പോഴും ആ മേഖലയിൽ ശക്തമായി തുടരുന്നുണ്ട്. ദേവിയാർ അടക്കമുള്ള ചെറിയ പുഴകളടക്കം കരകവിഞ്ഞൊഴുകുന്ന നിലയാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 മണി മുതൽ വലിയ രീതിയിലുള്ള മഴയുണ്ട്. നല്ല മഴവെള്ളപ്പാച്ചിലും ഈ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ തന്നെ മഴ ശക്തമാകുന്ന സമയത്ത് ഹൈറേഞ്ച് മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശമടക്കം നൽകിയിരുന്നു. പക്ഷേ അതികഠിനമായ മഴയാണ് ഇന്ന് വൈകിട്ട് മുതൽ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു തീവ്രത എത്രത്തോളമാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാൽ പോലും 2 പേർ ഇപ്പോൾ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു അനുമാനമാണ് ഉള്ളത്. അത് അവിടെ എത്തിയതിനു ശേഷമേ നമുക്ക് കൃത്യമായി വിവരിക്കാൻ കഴിയുകയുള്ളൂ. എന്താണെങ്കിലും ഫയർഫോഴ്സിന്റെ സംഘം അവിടേക്ക് എത്തി തിരച്ചിലിനടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു. ലാൽകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്ന്. അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായി. മച്ചിപ്പിലാവ് ചുരക്കട്ടൻകുടി ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 2 പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് ഇപ്പോൾ ഉള്ള സംശയം. ഇനി കൊച്ചിയിലേക്ക്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 2 കോടി രൂപയുടെ വജ്രം പിടികൂടി. എയർ ഏഷ്യ വിമാനത്തിൽ ബാങ്കോക്കിലേക്ക് പോകാനെത്തിയ മലപ്പുറത്തുകാരൻ്റെ പക്കൽ നിന്നാണ് DRI വജ്രം പിടികൂടിയത്. 24 ബിഗ് ബ്രേക്കിംഗ് ശ്യാംകുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്യാം, സ്വർണ്ണവേട്ട കഴിഞ്ഞപ്പോൾ വജ്രവേട്ടയായോ? SKN കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ DRIയുടെ പരിശോധനയെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണവും വജ്രവും കഞ്ചാവും ഒക്കെ പിടികൂടിയിരുന്നു. അതിന് പുറമെയാണ് ഇന്നിപ്പോൾ മലപ്പുറം സ്വദേശി ബാങ്കോക്കിലേക്ക് കടത്താൻ കൊണ്ടുവന്ന 2 കോടി രൂപയിലേറെ മൂല്യമുള്ള വജ്രം പിടികൂടിയിരിക്കുന്നത്. ഇത് എത്ര കോടി രൂപയുടെ വജ്രമുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും വിലയിരുത്തി വരികയാണ്. ഇയാൾ എയർ ഏഷ്യ വിമാനത്തിൽ ഈ വജ്രം കടത്താനായിരുന്നു ശ്രമം. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ DRI സംഘം കാത്തുനിന്നാണ് ഈ പ്രതിയെ പിടികൂടിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രതിയെ പ്രത്യേക സാമ്പത്തിക അന്വേഷണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ഈ വജ്രത്തിന്റെ മൂല്യം അടുത്ത ദിവസം തന്നെ പൂർണ്ണമായും തിട്ടപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 2 കോടി രൂപയ്ക്ക് മുകളിൽ നിലവിൽ ഇതിന്റെ മൂല്യമുണ്ടെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. സ്കെയിൻ. ഓക്കെ, ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. എൻഡോസൾഫാൻ ഇരകളെ സർക്കാർ അവഗണിക്കുന്നതായി ആരോപണം. രോഗികളെ ചികിത്സിച്ച മംഗലാപുരത്തെ ആശുപത്രികൾക്ക് സംസ്ഥാന സർക്കാർ പണം നൽകിയില്ല. MLA എന്ന നിലയിൽ കത്ത് നൽകിയിട്ടും സർക്കാർ മുഖം തിരിച്ചെന്ന് എന്നെ നെല്ലിക്കുന്ന MLA 24നോട് പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരെ കുറിച്ച് പറയുമ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ക്രൂരമായി അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻഡോസൾഫാൻ ഇരകൾക്ക് ദുരിതബാധിതർക്ക് ഇന്ന് മരുന്ന് കിട്ടുന്നില്ല. ആ ആശുപത്രി എൻഡോസൾഫാൻ ഇരകൾ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല. എന്താണ് കാരണം? അവർക്ക് പൈസ കൊടുക്കാണ്ട് നമ്മുടെ സർക്കാർ ആ പൈസ കൊടുത്തിട്ടില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ചികിത്സ നൽകിയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് തുക കുടിശ്ശികയായിട്ടുണ്ട്. ആ കുടിശ്ശിക ഞങ്ങൾക്ക് ലഭ്യമാകാൻ MLA ഇടപെടണമെന്ന് പറഞ്ഞിട്ട് NFI ഹോസ്പിറ്റലിലെ ആളുകൾ എനിക്ക് കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് ഞാൻ സർക്കാരിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഒരു നടപടിയുമില്ല.
എന്നെ നെല്ലിക്കുന്ന MLA സംസാരിക്കുകയായിരുന്നു. എൻഡോസൾഫാൻ ഇരകളായ 1031 പേരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനവും നടപ്പായിട്ടില്ലെന്ന് എൻഡോസൾഫാൻ സമരസമിതി. സാമ്പത്തിക സഹായം വേണ്ടെന്നും ചികിത്സ ഉറപ്പാക്കിയാൽ മാത്രം മതിയെന്നും സമരസമിതി കൺവീനർ ബിന്ദു 24നോട്. 2024 ജൂലൈ 10 മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതാണ് നമ്മളോട് നിയമസഭയിൽ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ട് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതുവരെ 1 വർഷവും 3 മാസമായി നമുക്ക് ഒരു ആനുകൂല്യം ചികിത്സ അടക്കമില്ല ഒരാനുകൂല്യം നമുക്ക് നൽകിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഒരു സാമ്പത്തിക സഹായവും കിട്ടുന്നില്ല. നമുക്ക് സാമ്പത്തിക സഹായം വേണ്ട, നമുക്ക് ചികിത്സ ഉറപ്പായിട്ടും കിട്ടും. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ തത്സമയം ചേരുകയാണ്. അരുൺ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ എൻഡോസൾഫാൻ വിക്ടിംസിന് അവഗണന തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. അവരുടെ അവസ്ഥയൊക്കെ നമ്മുടെ ഭരണാധികാരികൾക്ക് മനസ്സിലാകില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. ഒരിക്കലെങ്കിലും പോയി അതൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അവരെ വിസ്മരിക്കാൻ കഴിയുക? പറയൂ പാറക്കൽ. എസ്കേൻ, ഗുഡ് ഈവനിങ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അവസ്ഥ വളരെയേറെ കഷ്ടമാണ്. എൻഡോസൾഫാൻ രോഗികൾക്ക് വേണ്ടി മാത്രമായി കാസർഗോഡ് കളക്ടറേറ്റിൽ ഒരു ഡെപ്യൂട്ടി കളക്ടറെ പോലും നിയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ സർക്കാർ തലത്തിൽ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നടപ്പിലാവുന്നില്ല എന്നാണ് ഇപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതരും അവരുടെ സമരസമിതിയുമൊക്കെ ആരോപിക്കുന്നത്. കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിലാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ 1031 എൻഡോസൾഫാൻ രോഗികളെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടിയുള്ള സഹായം ലഭ്യമാക്കുമെന്ന് നിയമസഭയിൽ ഉറപ്പു നൽകിയത്. അത് നിയമസഭാ രേഖകളിലുമുണ്ട്. പക്ഷേ അത് ഇതുവരെയും പാലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നാണ് എൻഡോസൾഫാൻ സമരസമിതി ആരോപിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മംഗലാപുരത്തെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ രോഗികൾക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്നത്. അവർക്ക് അവിടെ പോയി ചികിത്സ തേടാം. പകരം സംസ്ഥാന സർക്കാർ ഈ ആശുപത്രികളിലേക്കുള്ള പണം നൽകുമെന്നായിരുന്നു അതിൻ്റെ ഒരു സാങ്കേതിക വശം. പക്ഷേ KMC മണിപ്പാൽ, KMC ജ്യോതി, മംഗളൂരുവിലെ KMC ജ്യോതി, KMC അത്തേവാർ, ഈ ഏനപ്പായ മെഡിക്കൽ കോളേജ് എന്നീ ആശുപത്രികളായിരുന്നു ഈ ചികിത്സാ സഹായമൊക്കെ ലഭ്യമാക്കിയിരുന്നത്. ഈ ആശുപത്രികളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവർക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ള കുടിശ്ശിക പണം അത് ഇതുവരെയും നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നിരവധി തവണ സംസ്ഥാന സർക്കാരിന് ആശുപത്രികൾ കത്തയച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, MLA-മാർക്ക്, കാസർഗോഡ് ജില്ലയിലെ MLA-മാർക്കും ഇത് സംബന്ധിച്ച് ഈ ആശുപത്രികളിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ഈ കത്ത് ഇപ്പോൾ എന്നെ നെല്ലിക്കുന്ന MLA നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നെ നെല്ലിക്കുന്ന MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കത്ത് സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ആ കത്തിൽ മറുപടി നൽകാനോ ഈ പണം അടയ്ക്കാനോ ഇതുവരെയും സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല എന്നൊരു ആരോപണം കൂടി വരുന്നുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും എൻഡോസൾഫാൻ രോഗികളുടെ കാര്യത്തിൽ അവരെ വളരെയേറെ ദുരിതത്തിലാണ്. അവർക്ക് ചികിത്സാ സഹായം ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ അത് മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഈ വാർത്തകളിലൊക്കെ തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. 1031 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ ഉറപ്പ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. 1 വർഷവും 3 മാസവും പിന്നിട്ട് കഴിഞ്ഞു. ഇതുവരെയും ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നാണ് ഈ എൻഡോസൾഫാൻ സമരസമിതി പറയുന്നത്. മറ്റൊരു കാര്യം, മന്ത്രി മുഹമ്മദ് റിയാസിനാണ് എൻഡോസൾഫാൻ സെൽ യോഗം വിളിച്ചു ചേർക്കാനുള്ള ചുമതലയുള്ളത്. 2.5 വർഷത്തിന് ശേഷം മന്ത്രി തിരുവനന്തപുരത്തിരുന്ന് ഓൺലൈൻ മുഖേന സെൽ യോഗം വിളിച്ചു ചേർത്തു എന്നൊരു ആരോപണം കൂടി വരുന്നുണ്ട്. എന്തായാലും ഇവരുടെ ദുരിതത്തിനൊരു പരിഹാരമുണ്ടാവണം. SKN. ഓക്കെ, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും എൻഡോസൾഫാൻ വിക്ടിംസ് കാസർഗോഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും വല്ലാത്ത അവഗണനയാണ് ഇവരോട് കാണിക്കുന്നത്. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും വലിയ താല്പര്യം എടുക്കുന്നില്ല എന്നത് നമുക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. ആലപ്പുഴയിൽ ഇന്ന് വൈകുന്നേരം നല്ല കനത്ത മഴയോടുകൂടിയ അല്ലെങ്കിൽ ഇടിയോടുകൂടിയ മഴ പെയ്തിരുന്നു. അത് ഇപ്പോൾ ദേശീയ പാതയോരത്ത് വീടുകളിൽ വെള്ളം കയറി എന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. കനത്ത മഴയിൽ ഓടകളിൽ നിറഞ്ഞ വെള്ളമാണ് ഇപ്പോൾ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ മാളികമുക്കിലാണ് ഇപ്പോൾ ഈ ദുരവസ്ഥ അനുഭവപ്പെടുന്നത്. ഓട നിർമ്മാണത്തിൽ അപാകതയുണ്ട്, വെള്ളം ഒഴുകി പോകുന്നില്ല. രാത്രിയിൽ വീടിന് പുറത്തിറങ്ങി കുടുംബങ്ങൾ നിൽക്കുകയാണ് എന്നുകൂടി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അശ്വിൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ആലപ്പുഴയിലെ അവസ്ഥ ഇത്തിരി മോശമാണോ? ചിലയിടങ്ങളിൽ വളരെ മോശമാണ് ഈ രാത്രിയിലെ അവസ്ഥ എന്ന് പറയണം. കാരണം സ്വാഭാവികമായി ഇന്ന് 4 മണി മുതൽ വലിയ മഴയാണ്. അതിശക്തമായ മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ആ മഴയിലാണ് ഈ ഓടകളിൽ, ദേശീയപാതയോരത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലെ ഓടകളിൽ ഈ മഴവെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത്. അത് സമീപത്തെ വീടുകളിലേക്കാണ് കയറിയിരിക്കുന്നത്. മാളികമുക്കിലാണ് ഏറ്റവും ദുരവസ്ഥയുള്ളത്. 35ലധികം വീടുകൾ അവിടെയുണ്ട്. അവിടെ എല്ലാ വീടുകളിലേക്കും തന്നെ ഈ ഓടയിൽ നിന്ന് വരുന്ന വെള്ളം നിറഞ്ഞ് അകത്തേക്ക് കയറിയ സാഹചര്യമാണുള്ളത്. വീടിനകത്ത് കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് പലരും വീടിന്
വീടിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അവർ കളക്ടറേറ്റിലൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിലും വീടിൻ്റെയൊക്കെ ലൊക്കേഷൻ വാങ്ങിയതല്ലാതെ മണിക്കൂർ 2 മിനിറ്റും ഇതുവരെ യാതൊരു നടപടിയും വെള്ളം മാറ്റാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ലെന്ന പരാതി കൂടി ഈ മാളികമുക്കിലെ ജനങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും രാത്രി അവർക്ക് വീടുകളിൽ കിടക്കണമെങ്കിൽ ആ വെള്ളം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഇതുവരെയും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മഴ വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം വീണ്ടുമുണ്ട്. SKN അങ്ങനെയെങ്കിൽ രാത്രി അവരുടെ വീടുകളിലെ താമസം അല്പം ദുഷ്കരമായിരിക്കും. എന്തെങ്കിലും ബദൽ മാർഗം ഉണ്ടാക്കണമെന്നാണ് കളക്ടർ അടക്കമുള്ളവരോട് മാളികമുക്കിലെ ജനങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. SKN. ഓക്കെ, എന്തായാലും ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽ നമ്മളിത് കൊണ്ടുവരികയാണ്. അടിയന്തരമായി എന്തെങ്കിലും നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണ്ണൂർ നിടിയങ്ങ കാക്കണ്ണംപാറയിൽ ഇടിമിന്നലേറ്റ് 2 അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യമുണ്ടായി. ചെങ്കൽ തൊഴിലാളികളാണ് മരിച്ചത്. മലപ്പുറം കൊണ്ടോട്ടിയിലും 2 പേർക്ക് മിന്നലേറ്റു. ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. കണ്ണൂരിൽ അസം സ്വദേശി ജോസ് നസ്രി, ഒഡീഷ സ്വദേശി രാജേഷ് എന്നിവരാണ് മിന്നലേറ്റ് മരിച്ചത്. ചെങ്കൽ ക്വാറിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇവർക്ക് മിന്നലേറ്റത്. പരിക്കേറ്റ ഒഡീഷ സ്വദേശി ഗൗതം ചികിത്സയിലാണ്. മലപ്പുറം കൊണ്ടോട്ടിയിലും 2 പേർക്ക് മിന്നലേറ്റു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ സിറാജുദ്ദീൻ, അബ്ദുൾ റഫീഖ് എന്നിവർക്കാണ് മിന്നലേറ്റത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 കണ്ണൂർ. കളമശ്ശേരിയിൽ കൂട്ടബലാത്സംഗം. യുവതിയുടെ പരാതിയിൽ 2 പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. യുവതി നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്. ശ്യാം, എപ്പോഴാണ് ഈ സംഭവം? ഇന്ന് വൈകിട്ടാണ് ഈ യുവതി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി താൻ കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്ന പരാതി നൽകുന്നത്. ഈ യുവതിയുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് ഫിറോസ്, മാർട്ടിൻ എന്നീ 2 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് കളമശ്ശേരി CI വ്യക്തമാക്കിയത്. യുവതിയുടെ പരാതിയിൽ മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് സ്റ്റേഷനിലെത്തി യുവതി നൽകിയ പരാതിയിലാണ് നിലവിൽ കൂട്ടബലാത്സംഗത്തിന് 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിൽ സംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബിൻ വർക്കിയും KM അഭിജിത്തും അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അബിൻ വർക്കിക്ക് മറുപടിയുമായി എത്തുകയും ചെയ്തു. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ നേതൃത്വം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്തത്തിൽ 100% നീതി പുലർത്തി പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പാർട്ടി വേദിയിൽ പറയാം. തൽക്കാലം പുറത്ത് പറഞ്ഞ് അതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ നേതൃത്വത്തോട് പറയാം. കടുപ്പമേറിയ വാക്കുകളില്ലെങ്കിലും അബിൻ വർക്കിയുടെയും KM അഭിജിത്തിന്റെയും വാക്കുകളിൽ അതൃപ്തി പ്രകടനം. കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് വ്യക്തമാക്കി ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന സൂചനയാണ് അബിന്റേത്. പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ വന്ന കേസുകളും ചൂണ്ടിക്കാട്ടി വൈകാരിക പ്രതികരണം. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ശേഷമായിരുന്നു KM അഭിജിത്തിന്റെ പ്രതികരണം. അബിൻ വർക്കിക്ക് മറുപടിയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ. ഇപ്പൊ KC വേണുപോലെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലൊട്ടാകുണ്ട്. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ല. അതൊന്നും ഞാൻ അല്ലല്ല അതിനൊന്നും മറുപടി പറയേണ്ട ആളല്ല ഞാൻ. 250 കേസുള്ള ആളെ ഞാൻ കാണിച്ചു തരാം. 250 കേസുള്ള യൂത്ത് കോൺഗ്രസ് വലിയ നേതാവൊന്നുമല്ല, പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം. തർക്കമുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് പാർട്ടി എന്നാണ് പുതിയ അധ്യക്ഷൻ OJ ജനീഷിന്റെ പ്രതികരണം. തീരുമാനം പുനഃപരിശോധിക്കില്ലെന്നും അബിന്റെ പരാതി ലഭിച്ചില്ലെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ് വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു. ഐ ഗ്രൂപ്പ് വിയോജിപ്പ് ശക്തമാക്കിയതോടെ കോൺഗ്രസിൽ സംഘർഷം മറനീക്കി പുറത്തു വന്നു. പാർട്ടി കൈപ്പിടിയിലാക്കാനുള്ള KC വേണുഗോപാലിന്റെ ശ്രമത്തിനെതിരെ AI ഗ്രൂപ്പുകൾക്ക് കടുത്ത വിയോജിപ്പുണ്ടെന്നാണ് വിവരം. പാർട്ടിയിലെ പരമ്പരാഗത ശത്രുക്കളായ A ഗ്രൂപ്പിനും I ഗ്രൂപ്പിനും ഇനി ഒറ്റ എതിരാളി. പാർട്ടി ഒറ്റയ്ക്ക് കൈപ്പിടിയിലാക്കാനുള്ള KC വേണുഗോപാലിന്റെ നീക്കത്തിനെതിരെ ഗ്രൂപ്പ് വൈരം മറന്ന് ഒന്നിക്കും. KSU, മഹിളാ കോൺഗ്രസ് എന്നീ സംഘടനകൾക്ക് പുറമെ യൂത്ത് കോൺഗ്രസിലും KC വേണുഗോപാൽ പക്ഷം തലപ്പത്തെത്തി. മാനദണ്ഡം പരസ്യമായി ചോദ്യം ചെയ്യുകയായിരുന്നു ഹൈബി ഈഡൻ MP. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറയുന്നത്
ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡൻറ്റും രണ്ടാമത് വരുന്ന ആൾ വൈസ് പ്രസിഡൻറ്റും ആവുന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് ഓൾ ഇന്ത്യ കമ്മിറ്റി അതിൽ വിശദീകരണം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. രമേശ് ചെന്നിത്തലയുടെ ഒറ്റവരി മറുപടിയിലും കാണാം പ്രതിഷേധത്തിന്റെ ആഴം. അബിൻ വർക്കി പറഞ്ഞ ദേശീയ സെക്രട്ടറിയായി ഇല്ല എന്ന് പറഞ്ഞതിനെതിരെ KPCC അധ്യക്ഷൻ ഉദയഭാനു ചിബു അടക്കം വന്നിട്ടുണ്ട്. തീരുമാനം തിരുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നിഷേധമല്ല. എന്ത് വരട്ടെ എന്നാണ്, നിലപാട് വരട്ടെ എന്നാണോ? അതിനിടെ പരസ്യ ഗ്രൂപ്പ് പോരിനെ പരിഹസിച്ച് കെ മുരളീധരനും രംഗത്തെത്തി. ഇപ്പം അങ്ങനത്തെ ഒരു ഗ്രൂപ്പൊന്നും പാർട്ടിക്കകത്തില്ല. പാർട്ടി 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ പഴയ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യ വിഴുപ്പലക്കൽ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇടപെടേണ്ടി വരും. 24 തിരുവനന്തപുരം. കൊല്ലം കണ്ണനല്ലൂരിൽ ബാങ്ക് ജീവനക്കാരിക്ക് നേരെ ആക്രമണമുണ്ടായി. കുടിശ്ശിക തുക തിരികെ അടയ്ക്കാൻ പറഞ്ഞതിനാണ് മർദ്ദനമേറ്റത്. പ്രതി സന്ദീപ് ലാലിനെ കുട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഈ സന്ദീപ് ലാലിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺരാജ്? SKN കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് കണ്ണനല്ലൂർ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ബാങ്ക് ജീവനക്കാരിയും സഹപ്രവർത്തകയും കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് മണിയോടെയാണ് പ്രതി സന്ദീപിന്റെ വീട്ടിലെത്തുന്നത്. ബാങ്കിൽ നിന്നെടുത്ത് ലോൺ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് കുടിശ്ശിക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഈ സന്ദീപും സുഹൃത്തും ബാങ്ക് ജീവനക്കാരിയെ അസഭ്യം വിളിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ബാങ്ക് ജീവനക്കാരി ഓട്ടോറിക്ഷയിൽ കയറി ബാങ്കിൽ പറിച്ചപ്പോഴാണ് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തത്. കൈക്ക് ക്ഷതമേറ്റ ജീവനക്കാരി കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ്. തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സന്ദീപിനെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വാക്കുതർക്കം നാട്ടുകാർ പ്രതികരിച്ചു. ഈ ലോൺ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണമായത്. സംഭവത്തിൽ ഈ സന്ദീപിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ ഇടത് പാർട്ടികൾക്കുള്ള സീറ്റ് ധാരണയായി. CPIMൽ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തു RJD. 25 സീറ്റുകൾ നൽകാനും ധാരണയായി. 30 സീറ്റുകൾ വേണമെന്നായിരുന്നു CPIMലിൻ്റെ ആവശ്യം. CPIക്കും CPIMനും ഇത്തവണ കൂടുതൽ സീറ്റുകളില്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി പാറ്റ്നയിൽ നിന്ന് വിനീത VG തത്സമയം ചേരുകയാണ്. പറയൂ വിനീത. SKN ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതു പാർട്ടികൾക്കുള്ള സീറ്റുകൾ സംബന്ധിച്ച ധാരണയായിരിക്കുന്നു. അതിൽ CPIMലിന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് RJD. ഒപ്പം തന്നെ 25 സീറ്റുകൾ നൽകാനും ധാരണയായിട്ടുണ്ട്. 30 സീറ്റുകൾ വേണമെന്നുള്ളതായിരുന്നു CPIMലിന്റെ ആവശ്യം. പക്ഷേ 30 സീറ്റുകൾ നൽകാൻ കഴിയില്ലെന്നും പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്നും ഒരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് RJD. ഒപ്പം CPIMലിന് കഴിഞ്ഞ തവണ മത്സരിച്ചത് 19 സീറ്റുകളിലായിരുന്നു. ആ 19 സീറ്റുകളെ സംബന്ധിച്ച് ഇത്തവണ കൂടുതൽ സീറ്റുകൾ അവർക്ക് അനുവദിച്ചിട്ടുമുണ്ട്. പക്ഷെ അതേസമയം ആവശ്യപ്പെട്ടത്ര സീറ്റ് നൽകിയില്ല എന്നൊരു ഒരു ബുദ്ധിമുട്ട് പാർട്ടി അംഗങ്ങൾ മുന്നോട്ട് വെച്ചു. അതിന് പകരമായിട്ടാണ് ഈ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. CPIക്കും CPIMനും ഇത്തവണ കൂടുതൽ സീറ്റുകൾ നൽകുന്നില്ല. പകരം CPIക്ക് 6 സീറ്റിലും CPIMന് 4 സീറ്റിലുമാണ് മത്സരിക്കുക. ഈ CPIM കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ 1 വെച്ച് മാറുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. SKN വിനീത വിജിയാണ് ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് നൽകിയ നിവേദനം പരിഗണിക്കാമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അവർക്ക് ഉറപ്പ് കൊടുത്തു. 5 പേരെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന്. നിഖിൽ, പറയൂ. SKN ഗുഡ് ഈവനിങ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. സീറ്റ് വിഭജനം, ഓരോ ജില്ലകളിലും നടപ്പാക്കേണ്ടുന്ന രീതികൾ, ബൂത്ത് തല പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു സുപ്രധാന തീരുമാനം കൈക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അതായത് ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഒരു മുഖ്യധാര പാർട്ടി തയ്യാറാകുന്നു എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിലപാടാണ്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു. പക്ഷെ അതൊരു മുഖ്യധാര പാർട്ടിക്ക് വേണ്ടി ആയിരുന്നില്ല. അപ്പോൾ ഇത് ആദ്യമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോലെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു അവസരം ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നൽകുമ്പോൾ അത്
തികഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ വിഭാഗം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് KPCC പ്രസിഡന്റിന് നൽകിയിട്ടുള്ള ഒരു നിവേദനം പരിഗണിച്ചുകൊണ്ടാണ് 5 പേരെ പരിഗണിക്കാമെന്നുള്ളൊരു വാക്കാലുള്ള ഉറപ്പ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ നിന്നായി 5 പേരെ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഇതിൽ സംസ്ഥാന പ്രസിഡന്റ് അമേയ പ്രസാദ്, നഡാല, അരുണിമ M കുറുപ്പ്, രാഗരഞ്ജിനി, സന്ധ്യ എന്നിവർക്ക് സീറ്റ് നൽകിയേക്കും. വിവിധ ജില്ലകളിലായി 5 പേർക്ക് സീറ്റ് നൽകിയേക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതൊരു പ്രാഥമികമായ ചർച്ച മാത്രമാണ്. അന്തിമഘട്ടങ്ങളിലേക്കൊക്കെ കടക്കേണ്ടത് DCC പ്രസിഡന്റുമാരും ഒക്കെ ആയിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ്. എന്തായാലും KC വേണുഗോപാലിനെയും സണ്ണി ജോസഫിനെയും കണ്ട് വ്യക്തിപരമായി ഇക്കാര്യം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് അംഗങ്ങൾക്ക് അനുകൂലമായ മറുപടി ലഭിച്ചു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു നിർണായക സുപ്രധാന തീരുമാനമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് തൃശൂർ വടക്കാഞ്ചേരിയിൽ കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ ജയിലിൽ നിന്നിറങ്ങിയ KSU നേതാവിനെ കോൺഗ്രസ് കൈവിട്ടു. ജാമ്യത്തിലിറങ്ങിയ KSU നേതാവ് ഗണേഷ് ആറ്റൂരിന്റെ സഹകരണ ബാങ്കിലെ താൽക്കാലിക ജോലി കോൺഗ്രസ് ഭരണസമിതി തെറിപ്പിച്ചു. ഗണേഷ് ആറ്റൂരിനെ ജോലിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് അയച്ച കത്ത് 24-ന് കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, വിവരങ്ങൾ. SKN വടക്കാഞ്ചേരിയിൽ ഈ പോലീസ് KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് ഈ കോടതിയിൽ ഹാജരാക്കിയത് ഏറെ വൈകാരികമായിരുന്നു കോൺഗ്രസ് എടുത്തത്. പ്രതിപക്ഷ നേതാവ് അടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടൊക്കെ വലിയ രീതിയിൽ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് വലിയ സമരവേലിയേറ്റങ്ങളടക്കം നമ്മൾ വടക്കാഞ്ചേരിയിൽ കണ്ടതാണ്. പക്ഷേ ഈ KSU നേതാക്കൾ റിമാൻഡിൽ പോവുകയും ചെയ്തു. പക്ഷേ ഈ ജാമ്യത്തിലിറങ്ങി തിരിച്ചു വന്ന KSU നേതാവായിട്ടുള്ള ഗണേഷ് ആറ്റൂരിന് തനിക്കുണ്ടായിരുന്ന താൽക്കാലിക ജോലി അത് നഷ്ടമായിരിക്കുന്നു. അതിന് കാരണക്കാരെന്ന് പറയുന്നത് ഈ കിള്ളിമംഗലത്തെ കോൺഗ്രസിന്റെ സഹകരണ ബാങ്ക് ഭരണസമിതിയാണ്. അവരാണ് ഈ ഗണേഷ് ആറ്റൂർ ജയിലിൽ പോയ സമയത്ത് പകരം ഈ താൽക്കാലിക ജീവനക്കാരനെ നിയമിച്ചുകൊണ്ട് ഈ ജോലി തന്നെ ഇല്ലാതാക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. ഇതോടുകൂടി യൂത്ത് കോൺഗ്രസ് നേതൃത്വമാകട്ടെ ഈ ജോലിയിലേക്ക് ഗണേശനെ മടക്കി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് കത്ത് ഉൾപ്പെടെ നൽകി. പക്ഷേ അതിന്മേൽ കോൺഗ്രസ് ആകട്ടെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSU നേതാക്കൾ ഉയർത്തുന്ന ആരോപണം ഈ ബാങ്കിൽ 5 സ്ഥിരം നിയമനങ്ങൾ വരുന്നുണ്ട്. ആ നിയമനങ്ങൾ ഈ ഭരണസമിതിയുടെ ഇഷ്ടക്കാർക്ക് നൽകുന്നതിന്റെ ഭാഗമായി ഗണേശനെ ഇപ്പോൾ താൽക്കാലിക ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും സ്ഥിര നിയമനം വരുമ്പോൾ താൽക്കാലിക ജീവനക്കാരൻ എന്ന നിലയിൽ ഈ ഗണേശന് മുൻതൂക്കം കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ജയിൽവാസം ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന ആരോപണമാണ് KSU മുന്നോട്ട് വെക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ഒക്കെ സംബന്ധിച്ച് ഈ കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ കടുത്ത പ്രതിഷേധമാണുള്ളത്. അത് മുതിർന്ന നേതാക്കളെ അടക്കം അറിയിക്കാനും ഒരുങ്ങുകയാണ്. ഓക്കെ, സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്. അലി അക്ബർ ചോദിക്കുന്നു, SKN ഇന്നലത്തെ പോലെ കമൻറ്റ് നാളത്തേക്ക് മാറ്റി വയ്ക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് വാർത്തകൾ വരും, നോക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാർത്തയുടെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായി. മച്ചിപ്പിളാവ് ചുരക്കട്ടൻകുടി ഉന്നതിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. വീടിൻ്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് സംശയമുണ്ട്. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയ അരുണിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലാൽകൃഷ്ണൻ ഇവിടെ നിന്നും തത്സമയം ചേരുകയാണ്. ലാൽകൃഷ്ണൻ, വിശദാംശങ്ങൾ. SKN അരുൺ മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ള ആശ്വാസകരമായൊരു വാർത്ത. അരുണിനെ രക്ഷപ്പെടുത്തി എന്നൊരു വാർത്ത കൂടിയാണ് നമുക്ക് സമയത്ത് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ചൂരക്കട്ടൻകുടി എന്ന് പറയുന്നത് അടിമാലി നഗരത്തിൽ നിന്ന് അല്പം ദൂരെയായിട്ട് ഒരു ഉൾപ്രദേശമായിട്ടുള്ള പ്രദേശമാണ്. വൈകിട്ട് 3 മണി മുതൽ അവിടെ ശക്തമായ മഴയുണ്ടായിരുന്നു. അരുൺ താമസിക്കുന്ന വീട്ടിൻ്റെ പിൻഭാഗത്ത്, അതായത് അടുക്കള ഭാഗത്തോട് ചേർന്നുള്ള ഭാഗത്തേക്കാണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. ഈ സമയത്ത് അരുൺ വീടിൻ്റെ പിൻഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ഫയർഫോഴ്സ് സംഘം എത്തുമ്പോൾ ഏകദേശം അരയോളം ഭാഗത്ത് മണ്ണ് മൂടിയ നിലയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് അരുണിനെ കണ്ടെത്തിയത്. ചെളിയും മണ്ണും കല്ലും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അരുൺ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് ഫയർഫോഴ്സ് സംഘം ഈ മണ്ണ് മുഴുവൻ മാറ്റി അരുണിൻ്റെ അടുത്തേക്ക് എത്തി അരുണിനെ അവിടെ നിന്ന് ഉയർത്തിയെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്ന കാര്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അരുണിനോട് തന്നെ സംസാരിച്ചതിൽ നിന്ന് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഭാര്യയും കുടുംബം അടക്കമുള്ള ആളുകൾ ഇന്നലെ തന്നെ അവിടെ നിന്ന് മറ്റൊരാവശ്യത്തിന് വേണ്ടി അവരെ ബന്ധുവീടുകളിലേക്ക് പോയിരുന്നു എന്ന കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ മറ്റ് അപകട പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ നിലവിൽ ആശ്വാസകരമാണ്. എന്നാൽ പോലും മഴ നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ വൈകിട്ട് 3 മണി മുതൽ തുടങ്ങിയ മഴയാണ്. അടുത്ത 2 ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവിയാർ പുഴ അടക്കം കര കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. മഴ തോർന്നാൽ ഒരു പക്ഷേ പെട്ടെന്ന് വെള്ളം ഇറങ്ങുന്ന സ്ഥിതി ആ മേഖലയിൽ പൊതുവിലുള്ളതാണ്. അതുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിലവിൽ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്.
ഓക്കെ, താങ്ക് യു. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. മറ്റന്നാൾ ഉണ്ടാകും ശിക്ഷ. പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. കോടതി വിധി കൂസലില്ലാതെയാണ് ചെന്താമര കേട്ടതും. 6 വർഷത്തിന് ശേഷമാണ് നാടിനെ നടക്കിയ കൊലപാതക കേസിലെ വിധി. ഭാര്യയും മക്കളും തന്നെ വിട്ടുപോയതിന് കാരണം സജിതയാണെന്ന ചെന്താമരയുടെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2019 ഓഗസ്റ്റ് 31 സംഭവം. അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനിടെ സജിതയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ ഉൾപ്പെടെ 67 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. കേസിൽ നിർണായകമായത് സജിതയുടെ വീട്ടിൽ കണ്ട ചെന്താമരയുടെ കാൽപ്പാടുകൾ. ഒന്നും പറയാനില്ലെന്ന കോടതിയിൽ ചെന്താമരയുടെ പ്രതികരണം. ഈ കേസിൽ ഫുട് പ്രിൻ്റാണ്, പിന്നെ അയാളുടെ ഈ പ്രതിയുടെ ഷർട്ടിൻ്റെ പീസ്, ഇതെല്ലാം ഈ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ സംഭവ ദിവസം തന്നെ പോലീസിന് മുഴുവനും കിട്ടിയിട്ടുണ്ട്. ഈ ഷർട്ട് അയാളുടെയാണ് എന്ന് അയാളുടെ ഭാര്യ വന്ന് കൊടുത്ത മൊഴി കോടതി അങ്ങേയറ്റം അത് സ്വീകരിച്ചിട്ടുണ്ട്. വിധിയിൽ സന്തോഷമുണ്ടെന്നായിരുന്നു സജിതയുടെ കുടുംബത്തിന്റെ പ്രതികരണം. 16-ാം തീയതി കഴിയട്ടെ വേണം, എന്നിട്ട് എന്താ തീരുമാനിച്ചിട്ട് കിട്ടട്ടെ എന്നാണ് വിചാരിക്കുന്നത്. കേസിലെ പ്രധാന സാക്ഷി പുഷ്പ ചെന്താമരയെ ഭയന്ന് തമിഴ്നാട്ടിലേക്ക് പോയെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സജിത കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ജനുവരിയിലാണ് ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരൻ, ഭർത്തൃമാതാവ് ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയത്. 24 പാലക്കാട്. ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ച മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു. മധ്യ തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് വന്നു കഴിഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. നാളെ മുതൽ ഈ മാസം 17-ാം തീയതി വരെ ശക്തമായ മഴ പ്രതീക്ഷിക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. എറണാകുളം ആലുവ മെട്രോ പാലത്തിന് താഴെ തൂണിൽ കുടുങ്ങിയ പൂച്ച രക്ഷപ്പെടുന്നതിനിടെ പൂച്ച താഴേക്ക് ചാടി. 5 ദിവസമാണ് തൂണിന് മുകളിൽ പൂച്ച കുടുങ്ങിക്കിടന്നത്. ഈ പ്രദേശ വ്യാപാരികൾ വിവരമറിച്ചതിനെ തുടർന്ന് അനിമൽ റെസ്ക്യൂ ടീമും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. മെട്രോ തൂൺ 29-ന് മുകളിൽ നിന്നും ഒരു പൂച്ചയുടെ നിലവിളി കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ആലുവയിലെ ചെറുകിട വ്യാപാരികൾ ഭക്ഷണവും വെള്ളവും കൂടിൽ കെട്ടി മുകളിലേക്ക് എറിഞ്ഞു കൊടുത്തു. 7-ാമത്തെ ദിവസമാണ് അത് കിടക്കണം. അപ്പോൾ നമ്മുടെ പിള്ളേരെ ഇടയ്ക്ക് ചോറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും പ്ലാസ്റ്റിക് കവറിൽ. അല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം ഇത് എല്ലാ ദിവസവും രാവിലെ ഒന്ന് കരയണേണ് ഇവിടെ. അപ്പോൾ നമ്മളിത് അറിയിക്കേണ്ടവരെ അറിയിച്ചു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റാതെ ഇന്നാണ് അതിനൊരു ഇത് കിട്ടിയത്. അത് എടുക്കാൻ പറ്റിയില്ലല്ലോ, അതിന് മുമ്പ് ചാടുകയും ചെയ്ത്. ഇത്ര ജീവനുണ്ടായി എന്നുള്ളത് തന്നെ വലിയതാണ്. മുൻപ് അഗ്നിരക്ഷാ ടീം സ്ഥലത്തെത്തി പൂച്ചയെ രക്ഷിക്കാൻ നോക്കിയിരുന്നെങ്കിലും ദൗത്യം പരാജയപ്പെട്ടു. പിന്നീട് ആനിമൽ റെസ്ക്യൂ ടീമും അഗ്നിരക്ഷാ സേനയും സംയുക്തമായി പൂച്ചയെ രക്ഷിക്കാൻ ഇന്ന് സ്ഥലത്തെത്തുകയായിരുന്നു. ക്രെയിൻ അടക്കം എത്തിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. വലയിൽ കയറ്റുന്നതിനിടെ പൂച്ച തൂണിൽ നിന്നും താഴേക്ക് ചാടി. താഴെ വീണ പൂച്ച തൊട്ടടുത്തുണ്ടായിരുന്ന വ്യാപാര സ്ഥാപനത്തിനിടയിലേക്കാണ് ഓടിക്കയറിയത്. പിന്നീട് അവിടെ നിന്ന് പിടികൂടി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 24 കൊച്ചി. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. പലയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴ പെയ്യുന്നുണ്ട്. ജാഗ്രതയൊക്കെ പാലിക്കുക. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.